ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സുധി സ്കീമിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ഇത് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായി, 2-3 ദിവസമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും എന്താ പറയുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പം ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് ഇത് പാർട്ടായിട്ടൊക്കെ ഉണ്ടാവുക, കാരണം അത് ഭയങ്കര ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എന്താ പറയുക, ഞാനിപ്പോൾ ഇത് ട്രക്കാണ്. ഞാൻ അങ്ങനെ പണി ചെയ്തോളൂ, പക്ഷെ അത്യാവശ്യം വലുതാണ്. ഞാനൊരു മണ്ടത്തരായി എടുത്തത്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് വെറുതെ ഇതാണ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ ക്യാഷും കാര്യങ്ങളും തന്നെ കാണുന്നുണ്ടാവും. 1,78,000 ഉണ്ട്. ഞാൻ കുറേ കളിച്ച് ഇതാക്കിയതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എടുത്താണ്. നിങ്ങൾക്ക് സൈഡിലവിടെ ബാക്ക്ഗ്രൗണ്ടിലവിടെ കാണുന്നുണ്ടാവുന്നതാണ്. എനിക്ക് വെച്ചാൽ ഈ സൈഡിലൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് സാധനം. എന്തോ സാധനമാണ്, എനിക്കറിയില്ല. എൻ്റെ മൗസ് ഇങ്ങനെ പോകുന്നുണ്ട്, എന്താ അറിയില്ല. ഓക്കെ, സാരമില്ല. ആൻഡ് ഇതാണ് നമ്മളൊരു എന്താ പറയുക, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഗെയിമിൻ്റെ ഇതുണ്ടാവില്ല കേട്ടോ ഗൈസ്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇതുണ്ടാവില്ല. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലും എന്താ പറയുക, എൻ്റെ വോയിസ് ഇതാക്കുമ്പോൾ ഗെയിമിൻ്റെ വോയിസൊക്കെ വരുമ്പോൾ എനിക്ക് അതായത് നല്ല എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിലും നല്ലൊരു നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, അതുകൊണ്ടാണ് ഞാനത് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, ആൻഡ് ഇന്ന് നമുക്ക് ഇത് അത്യാവശ്യം വലിയതാണ്. 14 മണിക്കൂർ 22 മിനിറ്റ് ഉണ്ട് നമുക്ക്. അതിന് 857 കിലോമീറ്റർ ആലോചിച്ചൊക്കെ അടിക്കുക, എത്ര പോണറിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ പറയുക, ഞാൻ ഈ അടുത്ത വീഡിയോ ഒരു അല്ലെങ്കിൽ വേണ്ട, സർപ്രൈസ് ആക്കാം. ഞാൻ ഏതായാലും എടുത്ത് വെച്ചിക്കണു, പക്ഷേ എനിക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അല്ല പിന്നെ എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനും വോയിസ് ഓവറൊന്നും ചെയ്യാനായിട്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. അതുകൊണ്ടായിരുന്നു ഞാനത് ചെയ്യാറുന്നത്. ആൻഡ് അപ്പോൾ എല്ലാവരും ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് നമുക്ക് റോഡ് ടു വെക്കാം അല്ലേ. റോഡ് ടു 50 ലൈക്ക് സബ്സ്ക്രൈബേഴ്സ്, റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരും ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഗൈസ്. അപ്പോൾ നമുക്കിനി ഇഷ്ടം പോലെ കുറേ ദൂരം നമുക്ക് പോകാനുണ്ട്. ഓക്കെ, കുറേ ദൂരവും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അയ്യോ ഗൈസ്, എന്തോ പറ്റി എനിക്ക് പോയത്. ഓക്കെ, സാരമില്ല, നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ ഹോമിലേക്ക് തന്നെ നമുക്ക് പോവാം. സീനില്ല, നമുക്കതൊരു ഡ്രൈവ് അടിക്കാം. ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് എങ്ങനെ അറിയോ, ഞാനൊരു ഫോൺ വെച്ചിട്ടാണ് അവിടെ ഇതൊക്കെ ചെയ്യണത്. കാര്യം എനിക്ക് എന്താ പറയുക, ഞാൻ ടി വിയിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ടി വിയിൽ നിങ്ങൾക്ക് ഇതിട്ടാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മാപ്പിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് ഒരു ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്താ അറിയോ, എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാൻ ഈ ഓടിക്കണത് ഒരു സ്റ്റീറിങ് വീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് സ്റ്റീറിങ് വീലും പ്ലസ് ഗിയറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ക്യാമറയില്ല, അതുകൊണ്ടാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഞാൻ സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കേതായാലും 70 സ്പീഡ്. ഓക്കെ, നമുക്ക് 70. ഇവിടെ എന്തോ ഓക്കെ ട്രാഫിക്കാണ്, കൂടെ എന്തോ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസായിട്ട് വണ്ടിയും ചെറുതായിട്ട് ഓഫായിപ്പോയി. ഇവിടെ ഗിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിത് ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, വണ്ടിയുടെ ഓഫായി പോവും. അതാണ് സീന്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് നേരെയാണ്. ഞാൻ കുറേ നേരം ചിലപ്പോൾ മിന്നി ജസ്റ്റ് മിസ് ചെയ്യാൻ വണ്ടി നിർത്തിയ തന്നെ ഭാഗ്യം. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഏതായാലും ഞാൻ ചില സമയത്ത് തന്നെ പറയണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, കാരണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പാർട്ട് 1 ഇത് പാർട്ട് 1 കേട്ടോ ഗൈസ്. എല്ലാവരും ഏതാ നമ്മൾ തലയൊക്കെ പുറത്തൊക്കെ ഇട്ട് നോക്കുകയാണ്. അപ്പോൾ സീൻ സാധനമാണ്. എൻ്റെ മൗസാണ് അങ്ങനെ നേരെ പോണത്, മൗസ് ഇതായതുകൊണ്ടാണ്. നമുക്ക് ഏതായാലും ഇവിടുന്ന്
ട്രാഫിക് ഏതായാലും പച്ചയും കാര്യങ്ങളൊക്കെ കത്തിയുണ്ട്. പച്ച കത്തിയുണ്ട്. എനിക്കിതിൻ്റെ വില 18,000 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഡു സബ് ഗോയ്സ്. അപ്പോൾ എന്താ പറയുക, ഇത് കുറേ പോകാണ്ട്, കുറച്ചധികം നല്ല ദൂരം പോകാണ്ട്. നമുക്കിതിൽ ഉറങ്ങണം. കുറേ വണ്ടി ഓൾറെഡി ഞാൻ യൂസ്ഡ് വണ്ടിയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇതുണ്ടാവും. എന്തായാലും ആൾക്കാർ യൂസ് ചെയ്ത വണ്ടി നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം. അല്ല, പാർക്ക് ചെയ്യല്ല, ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റിലേക്കാണ് നമുക്ക് നേരെ പോകേണ്ടത്. അപ്പോൾ അയ്യോടു ഏതാ വൈബ് സീൻ സാധനം നൈസായിട്ട്. അയ്യോ, എൻ്റെ അടുത്ത് പോകത്ത് വണ്ടി ഓഫായി. അയ്യോ, ഞാൻ 7ാമത്തെ ഗിയറിലായിരുന്നു ഇട്ടത്. ഓക്കെ, സോറി. നമുക്കത് ലെഫ്റ്റ് കയറാം. അയ്യോ, മിന്നല്ലേ. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ സേഫായിട്ടും ഓക്കെ എന്താ പറയുക ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ ഉണ്ടായിരിക്കട്ടോ. ഓക്കെ, വേറെ പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മേലത്തെ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ക്യാമറ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചാൽ നോക്കാം. ഓക്കെ, കാരണം എനിക്ക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇതില്ല, എന്താ പറയുക, ക്യാമറ ഇല്ല. ഞാൻ അത് പാകം എനിക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇതാക്കാം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ വയസ്സ്, ഞാൻ തുടക്കമാണ്. നിങ്ങൾക്ക് ഈ ഒരു യൂറോ ട്രക്കിൻ്റെ ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ ഡു കമൻറ്റ്. നിങ്ങൾക്ക് ഇനി ഇതുവാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടാൽ അത്രയും നല്ലതായിരുന്നു. ഞാൻ പിന്നെയും എന്താ പറയുക ഇതാക്കാണ് വീഡിയോ ഇടാം. പിന്നെ എൻ്റെ കയ്യിൽ ഈ ടിവിൻ്റെ നേരെ ഈ മാപ്പ് കണ്ടോ നിങ്ങൾ, അതിൻ്റെ നേരെ മൊതലുണ്ട് PS5 ഗോയ്സ്. അപ്പോൾ എനിക്ക് PS5 ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എന്താ പറയുക, PS5 വല്ല കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് GTA 5 ഉണ്ട്, മോട്ടോർ ഫസ്റ്റ് ഉണ്ട്, സ്പൈഡർമാൻ്റെ FC ഉണ്ട്. FC ഒക്കെ ലൈവ് ഇട്ടാണ്ടല്ലോ സീനാവും. ഓക്കെ, അപ്പോൾ FC എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ദിവസമായി എടുത്തിട്ട്. PS5 ഞാൻ കുറേ ദിവസമായി ഓണാക്കിയിട്ടാണ്. എനിക്ക് FC 24 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക PS5ൻ്റെയും ഇതൊക്കെ സ്റ്റോറി, ഇപ്പോൾ സ്പൈഡർമാൻ്റെ സ്റ്റോറി അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഞാൻ എന്തായാലും ഇടാൻ നോക്കാം. ആൻഡ് Forza Horizon 5 അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ലൈവൊക്കെ ആയിട്ട് നമുക്ക് ഒരു വട്ടം വരാം. പക്ഷേ ഗൈസ്, അങ്ങനെ പറയരുത്. നമ്മൾ എന്താ പറയുന്നത്, എന്തോന്ന് പറയല്ലോ, ഡയലോഗ് ഉണ്ടല്ലോ, എന്താ പറയുക, അതല്ലേ നമ്മൾ വന്ന ഒരു തുടങ്ങിയ ആളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പറയണില്ല. എന്താ പറയുക, നമ്മൾ തുടങ്ങി വെച്ച വീഡിയോസൊക്കെ ഇടർത്തിയേ അത് നമ്മൾ മറക്കില്ല. പക്ഷെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പറയാതെ CPM നമ്മൾ ഒരിക്കലും മറക്കരുത്. അതാണ്. അപ്പോൾ എല്ലാവരും ഇനി എന്താ പറയുക, നമുക്ക് അടുത്ത് ഞാൻ ഓക്കെ എന്തോ അവിടെ ഉണ്ടായോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ CPM കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും തലയിൽ കിട്ടണില്ല, കണ്ടൻറ്റൊന്നും കിട്ടണില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്താ പറയുക, ഇങ്ങനത്തൊക്കെ എന്തെങ്കിലും ഇതിടാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്ത വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് ചിലപ്പോൾ 1,00,000 ചില്ലാനൊക്കെ കിട്ടും. കാരണം ഞാൻ എന്താ പറയുക, ഇതിൻ്റെ വീഡിയോ അല്ലാതെ തന്നെ ഞാൻ എനിക്ക് ഈ വണ്ടിയുടെ വീഡിയോ ഇടായിരുന്നു, ഈ വണ്ടി വാങ്ങണത്. പക്ഷേ എനിക്ക് എന്താ പറയുക പ്രശ്നം, എൻ്റെ ബ്രദേഴ്സൊക്കെയാണ് കളിക്കണത്. അപ്പോൾ എന്താ പറയുക, പോലും കുറേ കളിച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ എൻ്റെ ഒരു ഡ്രീം പറയണത് എന്താ പറയുക, ഈ ഗെയിമൊക്കെ ഇത് പറയണത് ഒരു പുതിയൊരു വോൾവോ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വോൾവോ എടുത്തിട്ട് നമ്മൾ നേരെ ഈ വണ്ടി ഉണ്ടല്ലോ, ഇപ്പോൾ ഇതും വോൾവോ ആണ്. ഇത് FH3 ആണ് ഗൈസ്. മറ്റേ ഇതിൻ്റെ ഒരു ആഗ്രഹം FH6 ആണ്.
അപ്പോൾ FH6 ഭയങ്കര പവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടി മോഡേണായിട്ടാണ് ഇത് കുറച്ച് പഴയ ഇതാണ്. അത് കുറച്ച് ഞാൻ ഇന്ന് ഒരു ദിവസം അത് കിക്ക് ജോബ് അങ്ങനെ പറഞ്ഞിട്ടൊരിതുണ്ട്. അപ്പോൾ അതെടുത്തായിരുന്നു. അപ്പോൾ അതിൽ ഏതായാലും നൈസ് സാധനമാണ്. അപ്പോൾ സെയിം ആ വണ്ടി. അപ്പോൾ അതൊരു സെറ്റ് കിട്ടില്ല വണ്ടിയാണ്. അപ്പം ഞാൻ അതെടുക്കാമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നിട്ട് ഈ വണ്ടി ഇപ്പം ഞാൻ ഓടിക്കണ വണ്ടി അത് നേരെ ഇതാക്കും, എന്താ പറയുക, ഡ്രൈവറിനാക്കും. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങളുടെ ഞാനീ പറഞ്ഞ അഭിപ്രായം നല്ലതാണോ അല്ലേ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്ക് ഏതായാലും ഈ ഒരു വര നിങ്ങൾക്ക് കണ്ടോ, ഈ ഒരു വര നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്താണെന്ന് വെച്ചാൽ ഈ വരൻ്റെ അപ്പുറത്ത് കടന്ന എന്താ പറയുക ഫൈൻ കിട്ടും. മീൻസ് പോലീസ് അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഫൈൻ കിട്ടും. ഈ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. ഞാനത് മറ്റേ ലൈന് വരും മേഘാച്ചാറിൻ്റെ. ഏതൊക്കെ വൈപ്പ്, നമുക്കൊരു 75 വരെ പോവാം. അതുവരെ ക്യാമറ അല്ലെങ്കിൽ സ്പീഡ് പോലീസും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ വലിയ സീനും ഒന്നുമില്ല. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക. ഇപ്പം ഞാൻ പറയുമ്പോൾ കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വല്ല നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതോ നിങ്ങളിപ്പോൾ കണ്ടോ ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അയ്യോ, ഈ ഒരു ലൈന് നമ്മൾ ഒരിക്കലും എന്താ പറയുക ഇതാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക ഈ പാർട്ട് 2 ഇത് പാർട്ട് 2 ആക്കണം. അപ്പോൾ ആ പാർട്ട് 2 ഇനി വരികയിൽ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ടാക്കണം. വോയിസ് ഓവറൊക്കെ ഭയങ്കര ലെങ്ത്തുള്ള ഇതന്നെ പെരും ലെങ്ത്താക്കണം വീഡിയോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഒരു ചെറിയൊരു എന്താ പറയുക മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്താ പറയുക, അപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും കിട്ടാത്തൊരു മ്യൂസിക് ഞാനവിടെ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് റൗണ്ട് ബോട്ടാണ്, നമുക്ക് നല്ല നൈസായിട്ടൊന്ന് സ്ലോ ആക്കി വിടാം. ഏതാ വൈബ്. നമുക്കിനി ഇവിടുന്ന് റൈറ്റിക്കാണ്. ഉയ്യോ, ജസ്റ്റ് നൈസ്. ഞാൻ കുറേ നേരം ഉണ്ടായിരിക്കണ്ടാവും. അതാ ഞാൻ അപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനാണ് നമുക്ക് സീന്. ഓക്കെ, ഈ ലൈന് പ്രശ്നമല്ല. എന്താ പറയുക, നമുക്ക് ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവാം. പക്ഷേ ഈ ലൈനാണ് ചെയ്യുമ്പോൾ എന്താ പറയുക ഓവർടേക്ക് ചെയ്താൽ നമുക്ക് ഫൈൻ കിട്ടും. ഞാൻ ഏതായാലും കുറച്ച് നേരം ഉണ്ടായിരിക്കുകയാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഏതായാലും എന്താ പറയുക കുറച്ച് ഞാൻ കട്ട് ചെയ്യും കേട്ടോ. കുറേ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്തിട്ടാക്കണം പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് എത്ര 11 മണിക്കൂറും 20 മിനിറ്റും നമുക്ക് ട്രാവൽ ഇതുണ്ട്. അപ്പോൾ 649 കിലോമീറ്ററുണ്ട്. ഇയാളത് എന്ത് ഇത് വെല്ല പോയിട്ട്. അപ്പോൾ എന്താ പറയുക, അയ്യോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഹോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കൂല. അടുത്തവിടെ ഞാൻ എന്തായാലും സെറ്റാക്കാൻ നോക്കാം. അടുത്താണ് ഞാൻ എന്തായാലും ഒരു മൈക്ക് ഇതാക്കാന്നാണ്. ഓക്കെ, ഈ ചങ്ങായി എന്തോ പെട്രോൾ പമ്പിലേക്കാണ് കയറിയത്. നമുക്ക് പെട്രോളിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതാണ് പോലീസ് പോയി. അപ്പം എന്താ പറയുക, അടുത്താണ് ഞാൻ മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടത്. മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ നിങ്ങൾ ഏതായാലും സപ്പോർട്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട് നിങ്ങൾക്കറിയാം, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് ഇവിടുന്ന് ഏതായാലും റൗണ്ട് ബോട്ടിന്ന് നേരെ നമുക്ക് നമുക്കിവിടുന്ന് റൈറ്റിക്കാണ്. ഏതാ ഹൈറ്റടൂ, ഞാനവിടെയൊക്കെ ഹോണും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് എനിക്ക് കേൾക്കണുണ്ടാവില്ല. അപ്പോൾ അടുത്ത തവണ ഞാൻ എന്തായാലും എന്താ പറയുക ലാപ്ടോപ്പിൽ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് സെറ്റാക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഗോയ്സ്. ഓക്കെ, നമുക്ക് 622 കിലോമീറ്ററും 11 മണിക്കൂർ കൂടിയുണ്ട്. നമുക്കൊന്ന് ഉറങ്ങേണ്ടി വരും. എന്തോ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്, എന്താ അറിയില്ല, എന്തോ ഒരു ഓഫീസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ
ഓഫ് ഏതാ വൈബ് തന്നെ. ഓക്കെ നമുക്ക് ഏതായാലും ക്രൂസ് കൺട്രോൾ നൈസായിട്ട് മാറ്റാം. എന്താ പറയുക 7 വീക്കിൽ ക്രൂസ് കൺട്രോൾ നേരിട്ടാൽ മതി. അപ്പോൾ ഏതായാലും സീൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൗണ്ട് ബോട്ട് വരുന്നുണ്ട്. റൗണ്ട് ബോട്ട്. ഓക്കെ നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടിയൊന്നും വരുന്നില്ലല്ലോ അല്ലേ. ഏതായാലും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാം. നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ റൗണ്ട് ബോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് ഇവിടെ നൈസായിട്ട് ഫുൾ ഒന്ന് വലിപ്പിച്ചിട്ടാണ് പോവാം. വണ്ടി വലിയണില്ല. അയ്യോ ഗൈസ് വലിയാത്ത എന്താ അറിയോ, കാരണം 30% പോയിക്കണു വണ്ടി. അതാണ് സീന്. യൂസർ ട്രക്സ് അല്ലേ, അപ്പോൾ ഏതായാലും കുറച്ചൊക്കെ ഇതാവും. അഗെയിൻ നമുക്ക് റൗണ്ട് ബോട്ടുണ്ട്. എൻ്റെ മൗസ് ഇത് ഭണ്ഡാരം, മൗസും കാര്യങ്ങളൊക്കെ ഏതോ കാട്ടിൽ പോവാണ്. അപ്പോൾ എൻ്റെ മൗസ് വേറെയുള്ള മൗസാണ്. ഓക്കെ ഞാനപ്പോൾ വേറെയുള്ള മൗസ് ചെയ്യുന്നു. എൻ്റെ അടുത്ത് വേറെ മൗസ് ഉണ്ടായി, വേറെ എന്താ പറയുക വേറെ എന്തോ എന്താ പറയുക എൻ്റെ ഫാദറിന് എന്തോ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ വേറെയുള്ള മൗസായിരുന്നു എടുത്തത്. എന്താ പറയുക അപ്പോൾ അതാണ് അങ്ങനെ നേരെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇനി ഏതായാലും കുറേ വലിച്ചു നിട്ടണില്ല. ഞാനിപ്പോൾ ഒരേ കാര്യം നടക്കുള്ളൂ. ഞാൻ പോയിങ്ങാണ്ട് മൗസൊന്ന് പോയിങ്ങാണ്ട് തെരുവ് വെച്ച് നോക്കട്ടെ. നമുക്ക് ഏതായാലും മൗസൊന്ന് പോയി മാറ്റാം, അത് നല്ലത്. അയ്യോ അങ്ങനെ ഗൈസ് എന്താ പറയുക ഞാൻ ഏതായാലും എന്താ പറയുക മൗസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സമാധാനം ഉണ്ട്. മറ്റേത് ഇങ്ങനെ പോവാക്കണം. അപ്പോൾ എൻ്റെ മറ്റേ മൗസ് എന്ന് പറയുന്നത് USB-ൻ്റെ ആണ്, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഉറങ്ങണം. എന്ത് സമയം ഉണ്ടാ ബാക്കി 7 മണിക്കൂറുണ്ടോ, വലിയ സീനൊന്നുമില്ല. അല്ലെങ്കിൽ ഗൈസ് നമുക്കൊന്ന് ഉറങ്ങിയാലോ? ഉറങ്ങണോ അവൾ പറ. നിങ്ങളെങ്ങനെ പറയല്ലേ? ഓക്കെ നമുക്കേതായാലും ഉറങ്ങാന്നാണ്, കുറച്ചാണ് പോയിട്ട് ഉറങ്ങാം ഗൈസ്. അതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. എല്ലാവരും എന്താ പറയുക സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. എല്ലാവരും ചെയ്തോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈക്ക് റോഡ് ടു 50 ലൈക്കാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആകണം. എല്ലാവരും പ്ലീസ് സപ്പോർട്ട് മീ പ്ലീസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഇവിടുന്ന് ഈ സൈറ്റ് ചവിട്ടാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഇതിലാണ് നിർത്തിയാലോ? എനിക്കൊരു പേടിയാണ് ഗൈസ്, എനിക്കിത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഫൈന് ഗൈസ്. എനിക്ക് ഒരു വട്ടം അനുഭവം ഉണ്ടായതാണ്. എനിക്ക് ഏതായാലും ഇവിടുന്ന് നൈസായിട്ടൊന്ന് ഉറങ്ങാം. ഇതേതോ ബീച്ചിൻ്റെ സ്ഥലം കേട്ടോ. അയ്യോ ഏതോ ബീച്ചാണോ എൻ്റെ പൊന്നെ എൻ്റെ കണ്ണ്. ഓക്കെ നമുക്കിതേലും ഇവിടുന്ന് അങ്ങനെ ഒന്ന് സൈഡൊക്കെ നമുക്കൊന്ന് തിരിച്ചിടാം. ഗായ്സ് ഏതോ ബീച്ചാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല കാരണം ലൈറ്റ് നല്ലോണം വന്ന് അടിക്കുന്നുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. എന്തോ ഒരു ബീച്ചാണ്, ഞാൻ പറഞ്ഞുതരാം. ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കൊന്ന് ഇനി രാവിലെ ഒക്കെ നമ്മൾ വന്ന് എണീക്കാന്നാക്കൽ എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഏതായാലും ഇനി ഇവിടുന്ന് ഓക്കെ നമുക്ക് പുറത്തത്തെ ക്യാമറ ഏതാ വൈബ് ഗൈസ്, സീൻ ചുമ്മാ സീൻ ഏതാ വൈബ് സീൻ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഞാൻ അവിടേക്ക് വരാം. ഏതായാലും അതാണ് എന്നെ കണ്ടില്ല ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാവരും ഡു സബ് ആൻഡ് ലൈക്ക്, ഇത്രയും എനിക്ക് പറയാനുള്ളൂ. നമുക്കിനി ഇവിടുന്ന് ഏതായാലും നമുക്ക് ഇവിടുന്ന് ഉറങ്ങാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ 9 മണിക്കൂറൊക്കെ മതി. ചാരി ഇല്ലെങ്കിലോ സാര പിന്നെ പോവും, ടൈം കഴിഞ്ഞാൽ പിന്നെ ജോബും ഗൈസ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 5:30 കറക്റ്റ് ടൈം രാവിലെ തന്നെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ബൈ ബൈ, സീ യു സൂൺ, ടാറ്റാ, ബൈ ടാറ്റാ.